ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശികളുടെ മകളായ 13-കാരിയുമായി പ്രതി ബാംഗ്ലൂരുവിലേക്ക് കടന്നുവെന്ന് പോലീസ്. കൂട്ടുപ്രതികൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വരെ അനുഗമിച്ചുവെന്നും പോലീസ് പറയുന്നു. പ്രതി ബാംഗ്ലൂരുവിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തതിനുള്ള തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഓച്ചിറ സ്വദേശി റോഷനും സംഘവുമാണ് 13 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറയുന്നു. ഓച്ചിറയിൽ എത്തിയതിനു ശേഷം തനിക്കും കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത് നടുക്കുന്ന അനുഭവങ്ങളാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് വെളിപ്പെടുത്തി. 1 വർഷം മുൻപ് തന്റെ പെൺമക്കൾക്ക് നേരെ പീഡന ശ്രമം നടന്നിരുന്നു. സ്കൂളിലേക്ക് പോകും വഴി ശല്യം ചെയ്യുകയും കടന്നു പിടിക്കുകയുമായിരുന്നു. അന്ന് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പെൺമക്കളെ ആൺകുട്ടികളായി തോന്നുന്ന വിധത്തിൽ വളർത്തിയാൽ മതിയെന്നായിരുന്നു. അതിനായുള്ള മാർഗവും പോലീസ് പറഞ്ഞു. മുടി പറ്റ വെട്ടി ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ചാൽ മതിയെന്നായിരുന്നു. ഇതിൻ പ്രകാരം കുട്ടികളുടെ മുടി വെട്ടി ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ചായിരുന്നു പുറത്തുവിട്ടിരുന്നത്. ഇയാൾക്ക് 7 കുട്ടികളുള്ളതിൽ 5 പേർ പെൺകുട്ടികളും 2 പേർ ആൺകുട്ടികളുമാണ്. ഇതര സംസ്ഥാനക്കാരനായതിനാലും മറ്റുള്ളവരുടെ പിന്തുണ ഇല്ലാത്തതിനാലും പോലീസ് അനാസ്ഥ കാട്ടുകയാണ് ഈ കുടുംബത്തോട്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ബാംഗ്ലൂരുവിൽ ഉണ്ടെന്നാണ് വിവരം. പോലീസ് ഇവരെ പിന്തുടരുകയാണ്. CBI ബ്രാഞ്ച് സെക്രട്ടറി നവാസിന്റെ മകൻ റോഷൻ, റോഷന്റെ സുഹൃത്തുക്കളായ പ്യാരി, ബിബിൻ, അനന്തു എന്നിവരാണ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്. ഇവർ കഞ്ചാവ് മാഫിയയുടെ കണ്ണികളാണ്. പ്യാരി എന്നയാൾക്കെതിരെ കഴിഞ്ഞ ആഴ്ച ഓച്ചിറ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. അയൽവാസിയായ 17-കാരിയെ വീട്ടിൽ കയറി കടന്നു പിടിച്ചുവെന്നതാണ് കേസ്. ഈ കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ കൂടി ചേർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തിങ്കളാഴ്ച രാത്രിയാണ് 13-കാരിയെ തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ രാവിലെ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാത്തതിനാൽ നാട്ടുകാർ സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കിയപ്പോഴാണ് അന്വേഷണം തന്നെ തുടങ്ങിയത്. ഓച്ചിറ വലിയകുളങ്ങര പ്രദേശത്താണ് ഇവർ വഴിയോര കച്ചവടം നടത്തിയിരുന്നത്. 1 മാസമായി ഈ പ്രദേശത്ത് ഇവർ കച്ചവടം നടത്തുകയാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമാണിത്. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ഒരു സംഘം ആളുകൾ ഇവർ താമസിക്കുന്ന ഷെഡിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. തടയാൻ ശ്രമിച്ചപ്പോൾ അച്ഛനമ്മമാരെ മർദ്ദിച്ച് അവശരാക്കി വഴിയിൽ തള്ളിയ ശേഷം പെൺകുട്ടിയുമായി കടന്നു. കൊല്ലം ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇന്നലെ രാത്രി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കായംകുളത്ത് നിന്നാണ് അക്രമികൾ സഞ്ചരിച്ച കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.